വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ തുടരുന്നു. ആരോഗ്യനില സംബന്ധിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും അഫാനെ ജയിലിലേക്ക് മാറ്റുക. 2 കൊലപാതകങ്ങളിലും ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവങ്ങളിലും അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, മാനസികമായി അഫാന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നിരീക്ഷണത്തിൽ തുടരുമ്പോഴൊന്നും അത്തരം പ്രശ്നങ്ങളില്ല. ഇനിയും ജയിലിലേക്ക് മാറ്റുന്നത് വൈകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അഫാൻ എലിവിഷം കഴിച്ചു എന്നാണ് പരിശോധന വ്യക്തമായത്. അതുകൊണ്ട് തന്നെ അത് ശരീരത്തെ ബാധിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികളാണ് ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും നൽകിയത്. അതിൽ കുറച്ചുകൂടി ചികിത്സ വേണമെന്ന ഒരു അഭിപ്രായം ഡോക്ടർമാർക്കുണ്ട്. അതുകൊണ്ടാണ് അഫാന്റെ ജയിൽ മാറ്റം അല്ലെങ്കിൽ അഫാനെ ജയിലിലേക്ക് മാറ്റുന്നതിലൊരു തടസ്സമുള്ളത്, അത് വൈകുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ അത്തരം നടപടി ഉണ്ടായേക്കാം. ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുന്നു എന്നാണ് ഡോക്ടർമാർ പൊതുവിൽ പറയുന്നത്. മാനസികാരോഗ്യ പ്രശ്നമില്ല. സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകുന്നതാണ്, എങ്ങനെയാണ് സ്വബോധമുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും രക്തബന്ധമുള്ള ആളുകളെ ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുന്നത്? ഈ മാനസികാവസ്ഥ സ്വാഭാവികമായും ഒന്നുകിൽ കടുത്ത ലഹരി ഉപയോഗം ആയിരിക്കണം, അല്ലെങ്കിൽ മാനസികത ശരിയില്ലാത്ത ആളായിരിക്കണം. പക്ഷേ ഇത് രണ്ടും സ്ഥിരീകരിച്ചിട്ടില്ല. അഫാന് മാനസിക ആരോഗ്യ നിലയിൽ തകരാറില്ല, മാനസികാരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തലാണ് ആരോഗ്യ വിദഗ്ധർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. മറ്റൊന്ന് ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗത്തിലും ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല. ലഹരി ഉപയോഗിച്ചു എന്ന സംശയമുണ്ടെങ്കിലും അഫാൻ അത് അംഗീകരിച്ചിട്ടില്ല. അത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സമ്മതിച്ചിട്ടില്ല. പരിശോധനയിലും അതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. സംശയങ്ങൾ ഇപ്പോഴും പോലീസിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകൂ. 2 കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകൾ. ഒന്ന് അഫാന്റെ പ്രണയിനിയെ കൊലപ്പെടുത്തിയ കേസും അതുപോലെ സഹോദരനെ കൊലപ്പെടുത്തിയ 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റു 2 കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് വൈകാതെ ഉണ്ടാകും. ജയിൽ മാറ്റത്തിന് ശേഷമാകും ഒരുപക്ഷെ ഉണ്ടാവുക. പിന്നീട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും ബാക്കിയാണ്. ഏതായാലും അഫാന്റെ ആരോഗ്യനില നിരീക്ഷിക്കുക, ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രം ജയിലിലേക്ക് മാറ്റുക. ജയിലിലേക്ക് മാറ്റിയ ശേഷം വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ഈ സെല്ലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് തുടർച്ചയായ അന്വേഷണം ആവശ്യമുണ്ട്, ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. കൊലപാതകത്തിന് യഥാർത്ഥ കാരണം പോലും ഇതുവരെ വ്യക്തമായിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് അഫാൻ പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് അത് അയാളുടെ അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കൊലപാതകത്തിന് യഥാർത്ഥ കാരണം? എങ്ങനെയാണ് ഇത്ര ക്രൂരമായി സ്വന്തം ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ കൊല്ലാൻ ഇയാൾക്ക് പ്രേരണയായത്? കാരണം എന്താണെന്ന കാര്യത്തിലൊക്കെ വ്യക്തം വരേണ്ടത്. അതുകൊണ്ട് തന്നെ അഫാനെ കസ്റ്റഡി ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം ആകും അഫാനെ പോലീസ് ജയിലിലേക്ക് മാറ്റുകയും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.